അതെ, എന്തു പറഞ്ഞിട്ടും പ്രയോജനമില്ല എന്ന ബോധ്യത്തിൽ നിശബ്ദരായവർക്കിനിയും ഉറക്കെ പറയാതിരിക്കാനാവില്ല. ശബ്ദമില്ലാത്തവർക്കുള്ള ശബ്ദമായി വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന വോവ് ഇന്ത്യ ന്യൂസിൻ്റെ പുതിയ ഒരധ്യായത്തിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ എന്ന ഡാം അത് നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഒരു പുണ്യപ്രവൃത്തിയാണ്. ആ പുണ്യപ്രവൃത്തി കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് ചെയ്തത് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറാണ്. അദ്ദേഹത്തെ പുണ്യപുരുഷനായി മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ഇത് നിർമ്മിക്കുന്ന സമയത്ത് തമിഴ്നാടെന്നോ കർണാടകമെന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഒരു മദ്രാസ് പ്രൊവിൻസ് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ പാഴായിപ്പോകുന്ന വെള്ളത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തി അത് കൃഷിക്ക് വേണ്ടി, കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന ഒരു പദ്ധതിയുടെ ചിന്തകളിൽ നിന്നാണ് ഇതുണ്ടായത്. ശരിക്കും അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. ഈ നിർമ്മിതിയിൽ കാലപ്പഴക്കമോ നിലവിലെ അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് ആവശ്യമായ രീതിയിലുള്ള കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ ക്രിയാത്മകമായിട്ടുള്ള പരിഹാരം ആണ് വേണ്ടത്. അതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് തന്നെ, ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഈ വിഷയത്തെ നിങ്ങൾ കൃത്യമായി ആലോചിച്ച് അതിനൊരു പരിഹാരം കാണാൻ ആണ് അവർ അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള നിലവിലുള്ള പരിഹാരവും ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നിർഭാഗ്യവശാൽ കുറേ കാലങ്ങളായി മുല്ലപ്പെരിയാർ എന്ന വിഷയത്തെ കുറേ ആളുകൾ ഒറ്റയ്ക്കും കൂട്ടം ചേർന്നും ആടിനെ പട്ടിയാക്കുന്ന ഒരു സമീപനമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൻ്റെ പേരിൽ അപക്വവും യുക്തിരഹിതവുമായ നിരവധി പ്രസ്താവനകളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. സമരങ്ങൾ, മറ്റ് കോലാഹലങ്ങൾ ഒക്കെ അന്നും കുറേ കാലങ്ങളായിട്ട് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അവിടുത്തെ ഭൂമിയുടെ ഘടനയും മുല്ലപ്പെരിയാറിലെ വെള്ളത്തെ കൃത്യമായി തിരിച്ചുവിട്ട് കമ്പം, തേനി തുടങ്ങിയ തമിഴ്നാടിൻ്റെ കുറേ ഭാഗങ്ങളിലും തമിഴ്നാടിൻ്റെ മറ്റ് ജില്ലകളിലേക്കുമൊക്കെ ഏകദേശം 5 ജില്ലകളിലേക്ക് കുടിവെള്ളത്തിനും കൃഷിക്കും വളരെ കൃത്യമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ്, എത്ര കൃത്യതയോടെയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് നേരിൽ കണ്ടാൽ നമുക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ലോകത്തോട് പറയേണ്ടത് ശരിക്കും എല്ലാ ആളുകളുടെയും ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം ഇതിൻ്റെ യാഥാർത്ഥ്യ ബോധമില്ലാത്ത ആളുകളുടെ കുറേ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് കാണാത്ത ഒരാൾ, ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾ ധരിച്ചു വെച്ചിട്ടുണ്ടാവുക. ശരിക്കും ആ ധാരണ നമ്മൾ നേരിട്ട് കണ്ടാൽ നമുക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ധാരണകളെല്ലാം നമുക്ക് മാറ്റേണ്ടി വരും. കെനിഗക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, അന്നത്തെ കാലത്ത് ഈ വിവര സാങ്കേതിക വിദ്യ ഇല്ലാതിരുന്ന സമയത്ത് മര്യാദയ്ക്ക് ഒരു റോഡ് പോലും ഇല്ല, വാഹനങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു കാലത്ത് ഇത്ര പ്രഗത്ഭമായിട്ടൊരു പദ്ധതി ആവിഷ്കരിച്ച് അത് നടപ്പാക്കി എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ, ആത്മസമർപ്പണത്തെ, വിവേകത്തെ ഒക്കെ നമ്മൾ ശരിക്കും ലോകം ബഹുമാനിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവിൻ്റെ ഒരു 10,000-ത്തിലൊരു അംശമെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്ന് ആർക്കെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കേരളം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും വിശിഷ്ടമായ ഒരു സ്റ്റേറ്റായി മാറുമായിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല. എന്നാൽ ഇന്ന് അങ്ങനെ അഭിമാനിക്കാൻ ഒരു വകയും ഇവിടെയില്ല. മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ ഒരു സമരമോ വഴിതടയലോ ഹർത്താലോ ബന്ധമോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. നമുക്കിവിടെ അറിയാം, 44 നദികളുണ്ട്, കായലുകളുണ്ട്, ഏകദേശം 650 നീളത്തിൽ 600-ൽ കൂടുതലായിട്ടുള്ള കടലോര മേഖലകളുണ്ട്. പക്ഷേ ഇത് മുഴുവനുള്ള ഒരു സ്ഥലമാണ് കേരളം. ഫലപുഷ്ടമായ വയലുകളുണ്ട്, ചതുപ്പുകളുണ്ട്, നിബിഡമായ വനങ്ങളുണ്ട്, നിത്യഹരിത വനങ്ങളുണ്ട്. എല്ലാം നൽകി മലയാള നാടിനെ അനുഗ്രഹിച്ചിട്ടും അരിക്കും പച്ചക്കറിക്കും മറ്റ് സാധനങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ തമിഴ്നാട്ടിലെ കൃഷിക്കാരെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കേരളം. 8 ലക്ഷം ഹെക്ടർ നെൽവയലുണ്ടായിരുന്നു, അതിപ്പോൾ 2 ലക്ഷമായിട്ട് ചുരുക്കിയ ഒരു നാടാണ് നമ്മുടെ കേരളം. നിത്യഹരിത വനങ്ങൾ മുഴുവൻ വെട്ടി നശിപ്പിച്ച് അവിടെ തേക്ക്, യൂക്കാലി അല്ലാതെ മറ്റ് അധിനിവേശ സസ്യങ്ങൾ ഒക്കെ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളം. അതേപോലെ പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ അത് മുഴുവൻ കുടിവെള്ളത്തിലേക്കും കായലിലേക്കും കടലിലേക്കും വലിച്ചെറിയുന്ന ഒരു നാട് കേരളം അല്ലാതെ വേറെ എവിടെയും ഉണ്ടാവില്ല. കുന്നുകൾ മുഴുവൻ ഇടിച്ച് നിരത്തി അത് മുഴുവൻ ഉള്ള ചതുപ്പുകളും കായലുകളും മുഴുവൻ അത് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ ചെയ്യുന്നതും ഉള്ള ഒരു സ്ഥലം കേരളം മാത്രമേ ഉള്ളൂ. കള്ളരേഖകൾ ഉണ്ടാക്കി വ്യാപകമായിട്ട് സർക്കാർ ഭൂമി അല്ലാത്ത ഭൂമികൾ മുഴുവൻ തരം മാറ്റുകയും പിന്നെ തണ്ണീർത്തടങ്ങളും വയലുകളും മണ്ണിടിച്ച് നികത്തുകയും ചെയ്യുന്ന ഒരേ ഒരു നാട് കേരളമേ ഉള്ളൂ. ഇത് മുഴുവൻ ഇടിച്ചു നിരത്തി അനധികൃതമായിട്ട് ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതും കേരളം മാത്രമേ ഉള്ളൂ. നെൽവയൽ തണ്ണീർത്തട നിയമം അട്ടിമറിച്ച ഒരു നാട് കേരളമേ ഉള്ളൂ, വേറെ എവിടെയില്ല. ഭക്ഷണത്തിൽ മായം ചേർത്ത് വിൽക്കുകയാണ്. അതിന് 2006 ഫുഡ് സേഫ്റ്റി ആക്ട് അതും നമ്മൾ അട്ടിമറിച്ചു. ഇങ്ങനെ അട്ടിമറികൾ മാത്രം ചെയ്ത
ഭരണഘടനാ ലംഘനങ്ങൾ മാത്രം ചെയ്തിട്ട് ഒരു ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്ന ഒരു നാട് വേറെ ഉണ്ടാവില്ല. പ്രകൃതി സ്നേഹികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കുറേ കാലങ്ങളായിട്ടുണ്ട്. അവരിവിടെ ഇവിടുത്തെ കയ്യേറ്റക്കാർക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് വാലും തലയില്ലാതെ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ആളുകളുടെ കുഴലൂത്തുവരായിട്ടാണ് അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ കൃഷിക്കാരനാണ് പ്രകൃതി സ്നേഹികൾ. പ്രകൃതിനെ മണ്ണിനെയും ജലത്തെയും സംരക്ഷിക്കുകയും നശിപ്പിക്കാതെ കൃഷി ചെയ്യുന്ന ആളുകളാണ് ശരിയാക്കി പ്രകൃതി സ്നേഹി എന്ന് പറയുന്നത്. മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നിലവിൽ ഒരു തുരങ്കമുണ്ട്. ഈ തുരങ്കത്തിന്റെ അടിഭാഗത്ത് ഒരു 50 അടി താഴേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കിയാൽ, അതിന് സമമായിട്ടുള്ള ഒരു തുരങ്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഈ മുല്ലപ്പെരിയാർ എന്ന പ്രശ്നം അവിടെ തീരും. ഇന്നത്തെ വിവര സാങ്കേതികം ഉപയോഗിച്ചുകൊണ്ട് എത്ര എളുപ്പത്തിൽ അത് ചെയ്യാമെന്നുള്ളത് അറിയാവുന്ന കാര്യം. ലോകത്തിലെ വിവിധ ഒരുപാട് ടെക്നോളജികളുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ടണലുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെല്ലാം വളരെ ക്രിയാത്മകമായിട്ട് നമുക്കിവിടെ ഉപയോഗിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റും. അപ്പോൾ ഈ പറയുന്ന മുല്ലപ്പെരിയാർ വിഷയം തീർക്കാനുള്ള ആകെ ഒരു മാർഗം എന്ന് പറയുന്നത്, ഏറ്റവും ഉള്ള ഒരു വഴി എന്ന് പറയുന്നത്, നിലവിലുള്ള തുരങ്കത്തിന് ഒരു താഴെയായിട്ട് അതിൻ്റെ അടിഭാഗത്ത് അതിന് പാരലായിട്ട് 50 അടി താഴെ ഒരു തുരങ്കം കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കപ്പെടും. തമിഴ്നാട്ടിലേക്ക് വെള്ളമായി നമുക്ക് ഈ കാലപ്പഴക്കം മൂലം ഈ നിലവിലുള്ള ഡാം പൊട്ടുമോ എന്നുള്ള ആശങ്കയും അവിടെ തീർന്നു. പകരം അതിന് പുതിയൊരു ഡാം ഉണ്ടാക്കണം, താഴെ ഒരു ഡാം ഉണ്ടാക്കണം, മേലെ ഒരു ഡാം ഉണ്ടാക്കണം എന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമാണ്. അന്നത്തെ കാലത്ത് ആ ബ്രിട്ടീഷ് എഞ്ചിനീയർ കാണിച്ച അതിൻ്റെ ഒരു 10,000-ൽ ഒരു അംശമെങ്കിലും വിവേകവും ബുദ്ധിയും കാഴ്ചപ്പാടുമുള്ള ഒരു സമൂഹം ഇല്ലാത്ത ഒരു സമൂഹവും നേതൃത്വം നൽകുന്ന ആളുകളും ഇല്ലാതെ പോയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിൻ്റെ പേരിൽ ഈ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ഇങ്ങനെയൊരു ഒരു പ്രശ്നം നിലവിലുണ്ടായത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ വണ്ടിപ്പെരിയാറുണ്ട്, അവിടെ താമസിക്കുന്ന ജനങ്ങളുണ്ട്. ആ സ്ഥലത്തെ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ തൊട്ട് മേലെ ഭാഗത്തായിട്ട് ഈ മുല്ലപ്പെരിയാറും അതിനോട് ചേർന്ന് അതിനപ്പുറത്തുള്ള മംഗളാദേവി ക്ഷേത്രവും കുമിളിയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ 4 പെൻസ്റ്റോക്ക് പൈപ്പുകൾ അവിടെയുണ്ട്. ആ പെൻസ്റ്റോക്ക് പൈപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ആ വെള്ളം താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പദ്ധതിയിട്ട് അത് പൂർത്തീകരിച്ച ആ മനുഷ്യനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഴിവിനെയും ബുദ്ധിനെയും എത്ര അഭിനന്ദിച്ചാലും ആ ആത്മസമർപ്പണത്തിന് മുമ്പിൽ നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ലോവർ പെരിയാർ ക്യാമ്പിന് താഴെയായിട്ട് തേനി റോഡിന് സമാനമായിട്ട് മധുരയിലേക്ക് അവർ വലിയ പൈപ്പുകളിലൂടെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ എയർ വാൽവുകൾ നമുക്ക് ആ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. വലിയ ഹൈറ്റിൽ എയർ വാൽവുകൾ ഇങ്ങനെ നിശ്ചിത ദൂരത്തിൽ അതിട്ടിട്ടുണ്ട്. ആ വെള്ളത്തെ അവർ മധുരയിലേക്ക് കൊണ്ടുപോവുകയാണ്. ബാക്കിയുള്ള വെള്ളത്തെ 18-ാം കവായി കനാൽ എന്ന് പറഞ്ഞിട്ട് ഒരു കനാൽ അവിടെ ഉണ്ട്. ആ കനാലിൽ കൂടെ അവർ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഏകദേശം വിണ്ടുണങ്ങി വരണ്ട് കിടന്ന ഭൂഗർഭ നിരപ്പ് ഒരുപാട് അടിയിലായിരുന്ന ഇന്നത്തെ അവിടുത്തെ സ്ഥിതി മാറി. ഇന്ന് അവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അവിടെ കൃഷിക്കും കുടിവെള്ളത്തിനും ഒക്കെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതേപോലെ ഈ വെള്ളം വൈഗ അണക്കെട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള നാളികേര തോട്ടങ്ങളിൽ, തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്ന് ചകിരിച്ചോറുണ്ടാക്കി അത് ഇസ്രായേലിലേക്ക് അവർ കയറ്റി വിടുകയാണ് കൃഷിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിലവിലുള്ള ഒരു കൃഷിഭൂമിയെ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച് എല്ലാ തരത്തിലും അതിനെ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ തൊട്ടടുത്തുള്ളത്. എന്നാൽ നമുക്ക് ഇത്രമാത്രം സംവിധാനങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ അതൊന്നും ഉപയോഗിക്കാതെ ഇന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് ആശ്രയിക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ലോഡ് കണക്കിന് പാല് കയറി വരുന്നുണ്ട്, പച്ചക്കറികൾ വരുന്നുണ്ട്, പിന്നെ മറ്റ് വിഭവങ്ങൾ പലതും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഈ തേനി ഭാഗത്തു നിന്നുള്ള റോഡ് അവരുണ്ടാക്കിയിരിക്കുന്ന ഏകദേശം നിലവിലുള്ള റോഡ് 10-12 മീറ്റർ ഈ 2 വരി പാതയാണ്. ആ 2 വരി പാതയുടെ ഇരുഭാഗങ്ങളിലും ഒരു 10-15 മീറ്റർ വീതിയിൽ സ്ഥലം വിട്ടിരിക്കുകയാണ്. നാളെ റോഡ് വികസനം വരുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിനും അപ്പുറത്താണ് 2 വരികളിലായിട്ട് നിരവധി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം നാളെ വികസനം വരുമ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടി. നിലവിൽ ആ റോഡ് കാണുമ്പോൾ നമ്മൾ പിന്നെ കുമളി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ റോഡ് ചുരുങ്ങി ഇങ്ങോട്ട് വരികയാണ്. ഏതോ കാലം 10-100 വർഷങ്ങളുടെ ചരിത്രമൊക്കെ അവകാശപ്പെട്ട് ഇവിടെ നമ്മൾ കേരളത്തിൻ്റെ വലിയ തലസ്ഥാനമാണെന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും ആ പഴയ റോഡ് ഒരടി പോലും വീതി വിട്ടുകൊടുക്കാൻ ആ നാട്ടിലെ ജനങ്ങൾ തയ്യാറല്ല. മതിൽ കെട്ടിയിട്ട് അതിന് പുറത്താണ് വേലിക്കല്ലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് ഗതാഗതമായിട്ടായിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, ജലസേചനമായിട്ടോ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ നമ്മളുള്ള റോഡിൻ്റെ പഴയ 150 വർഷം മുമ്പുള്ള റോഡിൻ്റെ ഒരടി പോലും വിട്ടുകൊടുക്കാൻ പറ്റാത്ത ആളുകളാണ് ഈ പറയുന്ന നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് പ്രബുദ്ധ കേരളം എന്നൊക്കെ അവകാശപ്പെട്ട് നമ്മൾ ഈ ഒരു നിലവിലുള്ള ആവാസ വ്യവസ്ഥയെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വസ്തുതകൾ ഇതെല്ലാമാണ്. ഈ ചെറിയൊരു കേരളത്തിൻ്റെ ഇടുക്കി, വയനാട്, കാസർഗോഡ്,
മറ്റ് മലയോര മേഖലകൾ, ഇതെല്ലാം നേരിൽ കണ്ട്, ഇവിടെയുള്ള പ്രശ്നങ്ങളെ നേരിൽ കണ്ട് അപഗ്രഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതെല്ലാം വളരെ എളുപ്പത്തിൽ, ഒരു വിഷയം വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്നതാണ്. അത് പരിഹരിക്കുന്നതിന് പകരം അതിനെ ആടിനെ പട്ടിയാക്കി കൊണ്ട് ഒരു ഒരു ആവാസ വ്യവസ്ഥയെയും ജനങ്ങളുടെ സ്വൈര ജീവിതത്തെയും നശിപ്പിക്കുന്ന ഒരു ഇടപെടൽ, അത് ആരാണ് നടത്തുന്നത് നമുക്കറിയാം. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. നമുക്ക് ഈ വിഷയം വളരെ എളുപ്പത്തിൽ ഇത്തരത്തിൽ പരിഹരിക്കാൻ പറ്റും. ഇതിനകത്ത് ഒരേ ഒരു പ്രശ്നം കൂടിയാണ് നിലനിൽക്കുന്നത്. അതായത് കുമളി തേക്കടി ഭാഗത്തുള്ള ബോട്ട് യാത്ര, അവിടെ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട റിസോർട്ടുകൾ, മറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ഇല്ലാതാവും. അതിനു വേണ്ടിയിട്ട് ഒരു പക്ഷേ ഒരു നിരവധി ആളുകൾ അവിടെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടാവാം, റിസോർട്ടുകൾ പണിതിട്ടുണ്ടാവാം. അവരുടെ വ്യവസായം ഇല്ലാതാവുന്ന, അവരുടെ ഈ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. അതുതന്നെയല്ല, ഈ തുരങ്കം ഉണ്ടായിക്കഴിഞ്ഞാൽ, തുരങ്കം വെച്ച് ഈ 50 അടി വെള്ളം 50 അടിയിലേക്ക് വെള്ളത്തിൻ്റെ ഒഴുക്ക് താഴ്ത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ, ഈ പറയുന്ന വെള്ളത്തിൻ്റെ അളവ് താഴുമ്പോൾ ഹെക്ടർ കണക്കിന് വനമാണ് ഇനി വീണ്ടും നമുക്ക് കിട്ടുക. ഇങ്ങനെ ഇത്രയും എങ്ങനെ നോക്കിയാലും തുരങ്കം എന്നത് എക്കാലത്തും ഒരു കൃത്യമായ ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ഏക നഷ്ടം എന്ന് പറയുന്നത് തേക്കടിയുമായി ബന്ധപ്പെട്ട ടൂറിസം, അതുമായിട്ട് ബന്ധപ്പെട്ട റിസോർട്ട് വ്യവസായങ്ങൾ, അതെല്ലാം ഇല്ലാതാവും. അതുകൊണ്ട് ഈ നാടിന് ഗുണമല്ലാതെ, അതില്ലാതാകുന്നത് കൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഒരു ദോഷമായി ഭവിക്കും എന്ന് വിചാരിക്കുന്ന ആളുകൾ മാത്രമാണ് നിലവിൽ മുല്ലപ്പെരിയാർ വിഷയത്തെ ആളിക്കത്തിക്കുന്നതും ഇവിടെ പുതിയ ഡാം ഉണ്ടാക്കണം എന്ന് പറയുന്നതും ഇത്തരമല്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇനി അവിടെ ഒരു ഡാം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തീർത്തും അപ്രായോഗികമാണ്. ഇത് മാത്രമാണ് അതിനകത്തുള്ള, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ. ഈ പ്രശ്നത്തെ ആളിക്കത്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിനെ ഒരു പുതിയ ഡാം എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണം അവിടെ നടക്കും. അപ്പോൾ അതിനകത്ത് ഇത്ര പെർസെൻറ്റേജ്, 20%, 50% കണക്ക് പറഞ്ഞ് മേടിച്ച് അതും തലമുറകൾക്കായിട്ട് ഇനിയും തിന്ന് മുടിക്കാം, തിന്ന് ആനന്ദിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് ഇതിന് ഇടങ്കോലിട്ട് നിൽക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കേരളത്തിന് ആവശ്യമില്ല. ഇത്രയും കാലം നമ്മുടെ കേരളത്തിനെ ചതിച്ചും പറ്റിച്ചും ഈ കേരള ജനതയെ മുഴുവനും നശിപ്പിച്ച ആളുകളെ നമ്മൾ സൈഡ് ലൈൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. യുവതലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം. യുവതലമുറ കാര്യങ്ങൾ ഏറ്റെടുക്കണം. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഇവിടെയുള്ള പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ നാടിൻ്റെ നിലനിൽപ്പിനും വരും തലമുറകളുടെ നിലനിൽപ്പിനും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ജയ് ഹിന്ദ്.